Hello guys, welcome back to our channel Debit and Credits, your ultimate e-learning companion. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തമ്പനിയിൽ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മളിന്ന് ഡീൽ ചെയ്യാൻ പോകുന്ന പേപ്പർ ഏതാണെന്ന്. ടാക്സ് ആണ്, പേപ്പർ നമ്പർ 7, ബോത്ത് ഡയറക്റ്റ് ടാക്സ് ഇൻഡയറക്റ്റ് ടാക്സ്. CMA ആസ്പിറൻസിന് അറിയാവുന്ന കാര്യമാണല്ലേ, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേപ്പറാണ്. ഇമ്പോർട്ടൻ്റ് അല്ല, വൈഡ് സിലബസുള്ള പേപ്പറാണല്ലേ, വെയിറ്റേജ് കൂടിയ പേപ്പറാണ്. അതെ, നമ്മൾ 100 മാർക്സിന് ഒറ്റ എക്സാം എഴുതാൻ പോകുന്നത്, ഡയറക്റ്റ് ഇൻഡയറക്റ്റ് മിക്സഡ് ആയിട്ട്. സോ കൂടുതൽ പഠിക്കാനുണ്ട്, സോ ടെൻഷനൊക്കെ ഉണ്ടാവും. ടെൻഷനൊന്നും ആവശ്യമില്ല. നമ്മുടെ ചാനലിൽ കറക്റ്റ് സീരീസിൽ വീഡിയോസ് അപ്ലോഡ് ആവുന്നതാണ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം, റിപ്ലൈ തരും. അപ്പോൾ പുതുതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഇൻട്രോ പറഞ്ഞ് കൊളാക്കുന്നില്ല, നമുക്ക് ഡയറക്റ്റ്ലി വീഡിയോയിലോട്ട് കിടക്കാം. ഡയറക്റ്റ് ടാക്സ് എന്താ, ഇൻഡയറക്റ്റ് ടാക്സ് എന്താണെന്നൊക്കെ അറിയുന്നതിന് മുമ്പ് നമുക്ക് എന്തുകൊണ്ടാണ് ടാക്സ് ഇമ്പോസ് ചെയ്യാനുള്ള റീസൺസ് എന്നുള്ളതിലേക്ക് കിടക്കാം. ബേസിസ് റീസൺ ടു ഇമ്പോസ് ടാക്സേഷൻ. 3 റീസണാണ് ടാക്സ് കൊണ്ടുവരാനുള്ള കാരണം. ഇത് എക്സാമിന് ഇതുവരെ ചോദിച്ചിട്ടൊന്നുമില്ല, ഇമ്പോർട്ടൻറ്റും അല്ല, പക്ഷെ എന്നാലും ഇൻട്രൊഡക്ഷൻ പോലെ പറയാണ്. ഇതാണ് ബേസിസ് റീസൺ ടു ഇമ്പോസ് ടാക്സേഷൻ. അതിൽ 3 റീസൺ എന്താണെന്ന് വെച്ചാൽ, ആദ്യത്തെ ടു പ്രൊവൈഡ് ബേസിസ് ഫെസിലിറ്റീസ് ഫോർ എവറി സിറ്റിസൺ ഓഫ് ദ കൺട്രി, ടു ഫിനാൻസ് മൾട്ടിപ്പിൾ ഗവൺമെൻറ്റ്സ്, പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ്. അതായത് ടു പ്രൊവൈഡ് ബേസിസ് ഫെസിലിറ്റീസ് ഫോർ എവറി സിറ്റിസൺ ഓഫ് ദ കൺട്രി എന്ന് പറഞ്ഞാൽ, ഗവൺമെൻറ്റിന് എന്തൊക്കെ പൈസ കിട്ടുന്നുണ്ടോ ആ പൈസ മൊത്തം ഗവൺമെൻറ് സിറ്റിസൺസിൻ്റെ വെൽഫെയറിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നു എന്നാണ് പറയണത്. Whatever money is received by the government from taxation, it is spent by it for the welfare of the citizen of the country. Some of the services provided by the government are health care, electricity, roads, education system, free house for poor, അങ്ങനെ. അതായത് ഗവൺമെൻറ്റിന് എന്തൊക്കെ മണി ടാക്സിലൂടെ കിട്ടുന്നോ അത് മൊത്തം നമ്മുടെ സിറ്റിസൻ്റെ വെൽഫെയറിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നു. സിറ്റിസൻ്റെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി, പുരോഗതിക്ക് വേണ്ടിയിട്ടൊക്കെ സ്പെൻഡ് ചെയ്യുന്നു പറയുന്നത്. അതായത് ഗവൺമെൻറ് ഹോസ്പിറ്റൽ നിർമ്മിക്കുക, റോഡുകൾ കൺസ്ട്രക്ട് ചെയ്യുക, ഇലക്ട്രിസിറ്റി, എഡ്യൂക്കേഷൻ സിസ്റ്റം, പിന്നെ പാവങ്ങൾക്ക് വീട് കൊടുക്കുക, ഇതൊക്കെ അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ ടാക്സ് കൊണ്ടുവരുന്നതിലൂടെ ഉള്ള നേട്ടങ്ങൾ എന്താ വെച്ചാൽ, സിറ്റിസണ് വെൽഫെയർ ഉണ്ടാക്കുന്നു. ബേസിസ് ഫെസിലിറ്റീസ് ഗവൺമെൻറ്റ്സിന് ഫിനാൻസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ലോക്കൽ ഗവൺമെൻറ്റ്സ്, അതായത് എന്താണ് വില്ലേജ് പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, മുനിസിപ്പൽ കോർപ്പറേഷൻ, ഇവർക്കൊക്കെ ഫിനാൻസ് കമ്മീഷനിൽ നിന്ന് ഫണ്ട് കിട്ടും. സോ അതും ഒരു നല്ല കാര്യമാണ്. പിന്നെ 3ാമത്തെ കാര്യം പറയുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ്. ടാക്സ് പേയേഴ്സിന് ലൈഫ് പ്രൊട്ടക്ഷൻ കിട്ടുന്ന, ടാക്സ് പേയേഴ്സ് റിസീവ്സ് എ പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് വെൽത്ത് ഫ്രം ദ ഗവൺമെൻറ് ഇൻ ദ കേസ് ഓഫ് എക്സ്റ്റേണൽ അഗ്രിഗേഷൻ, ഇന്റേണൽ ആർമഡ് റിബൽഷൻ ഓർ എനി അതർ സിറ്റുവേഷൻ. ഏത് സിറ്റുവേഷൻ ആയാലും ടാക്സ് പേയേഴ്സിന് പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് വെൽത്ത് ഉണ്ടാവും. അതാണ് അതിൽ പറയണത്. പിന്നെ ഇത് ലെസ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. നമുക്ക് ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കിടക്കാം. ഞാൻ ടെക്സ്റ്റിൻ്റെ ഫോട്ടോ എടുത്തിട്ടാണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്യണത്, കാരണം PDF അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ക്ലാരിറ്റി കിട്ടുന്നില്ല, അത് കറക്റ്റായിട്ട് വായിക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ ടെക്സ്റ്റിൻ്റെ ഫോട്ടോ എടുത്തു, അതിന് നമുക്ക് നോക്കാം. ഇതാണ് ശരിക്കും ചോദിക്കുകയാണെങ്കിൽ ചോദിക്കുക എന്ന് പറയാം എക്സാമിന്. കാരണം മറ്റേത് ആ ബേസിസ് റീസൺ ടു ഇമ്പോസ് ടാക്സേഷൻ ഒന്നും ചോദിക്കാറില്ല, ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഇതാണ് നമുക്ക് ഡയറക്റ്റ് ടാക്സ് എന്താ, ഇൻഡയറക്റ്റ് ടാക്സ് എന്താണെന്ന് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്ക്. ഇത് ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഫ്രണ്ടിലും ഡയറക്റ്റ് ടാക്സിൻ്റെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഫ്രണ്ടിലും ഫ്രണ്ട് പോർഷൻ ഇതാണ്. അപ്പോൾ ഇതിന് കോമൺലി ആയിട്ട് വരുന്നതുകൊണ്ട് ഞാൻ കോമൺ ആയിട്ട് ഇൻഡയറക്റ്റ് ടാക്സിലും ഡയറക്റ്റ് ടാക്സിലും വരുന്ന ഒരു ഇൻട്രൊഡക്ഷൻ പോലെയാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാം 2 ഡിഫറൻസ്. നമ്മുടെ എക്സാമിനൊക്കെ ഒരു മാക്സിമം പറയുന്നത് പറഞ്ഞാൽ ഈ പോർഷൻ 5 മാർക്കേ പറയുള്ളൂവെങ്കിലും ഒരു 7 മാർക്ക് വരെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഡിഫറൻസ് ഒക്കെ ഒരു 7 പോയിൻറ്റ് പഠിച്ചു വയ്ക്കുക. ഇപ്പോൾ ഇത് സിമ്പിളാണ് പഠിക്കാൻ. ഡയറക്റ്റ് ടാക്സ് എന്താ നമുക്ക് ഓൾറെഡി അറിയാം, പേര് തന്നെ ഉണ്ട്, ഡയറക്റ്റായിട്ട് പേ ചെയ്യണം. ഇൻഡയറക്റ്റ് ടാക്സ് എന്താ, ഇൻഡയറക്റ്റായിട്ട് പേ ചെയ്യണം. ആ പേരിൽ തന്നെ നമുക്കൊരു പോയിന്റ് കിട്ടി ഇല്ലേ. ഡയറക്റ്റ് ടാക്സ് പറഞ്ഞാൽ ഡയറക്റ്റ് ടാക്സ് ഇസ് ടാക്സ് വിച്ച് ഈസ് പെയ്ഡ് ഡയറക്ട്ലി ടു ദ ഗവൺമെൻറ്. ഇൻഡയറക്റ്റ് ടാക്സ് ഇസ് എ ടാക്സ് വിച്ച് ഈസ് പെയ്ഡ് ത്രൂ ഇൻ്റർമീഡിയേറ്ററി. ഇത് നിങ്ങളുടെ ടെക്സ്റ്റിലില്ല, ഞാൻ ജസ്റ്റ് ആ പേരിൽ നിന്ന് നമുക്ക് കിട്ടിയൊരു പോയിന്റ് പറഞ്ഞതാണ്. അത് ശരി തന്നെയാണ്, കാരണം ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റായിട്ട് അടക്കുന്ന ടാക്സും, ഇൻഡയറക്റ്റ് ടാക്സ് പറഞ്ഞാൽ ഒരു ഇൻ്റർമീഡിയേറ്ററി വഴി അടക്കുന്ന ടാക്സുമാണ്. നിങ്ങൾ കൂടുതൽ കൺഫ്യൂഷൻ അടിക്കുകയൊന്നും വേണ്ട, ക്ലിയർ ആവാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. ജസ്റ്റ് എൻ്റെ ഇൻകത്തിൻ്റെ പുറത്ത് വരുന്ന ടാക്സ് ഞാൻ തന്നെ അടയ്ക്കണം. പക്ഷേ അതേ ഞാൻ ഒരു ഗുഡ്സ് ആൻഡ് സർവീസസിലെ ടാക്സ് വരണമെങ്കിൽ എനിക്ക് ടാക്സ് കൊണ്ടടയ്ക്കേണ്ട പ്രോസസ്സ് ഇല്ല. ഞാൻ ടാക്സ് കൊടുക്കുന്നുണ്ട്, പക്ഷേ എൻ്റെ ടാക്സ് കൊടുക്കുന്ന ബേർഡൻ ആരോ കൊണ്ടടയ്ക്കണു എന്നുള്ള രീതിയാണ്. ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്താൽ മനസ്സിലാവുന്നേ ഉള്ളൂ, വലിയ പ്രശ്നമുള്ള പോർഷനൊന്നുമല്ല.
പിന്നെ അടുത്ത പോയിന്റ് പ്രോഗ്രസീവ് ആണ്, റിഗ്രസീവ് ആണെന്ന് പറയുന്നത്. പ്രോഗ്രസീവ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ടാക്സിനെ സംബന്ധിച്ചിടത്തോളം ഹയർ ഇൻകം ഉള്ള ആൾ ഹയർ ടാക്സ് കൊടുക്കണം. പക്ഷെ ഇൻഡയറക്റ്റ് ടാക്സ് അങ്ങനെയില്ല. ഞാൻ ആ ബിസ്ക്കറ്റ് പാക്കറ്റ് 10 രൂപയ്ക്ക് വാങ്ങിയ ഞാൻ 1 രൂപ ടാക്സ് കൊടുത്തിട്ടാണ് വാങ്ങണത്, എൻ്റെ ഫ്രണ്ടും അതുപോലെ തന്നെയാണ് വാങ്ങണത്. അപ്പോൾ എല്ലാവർക്കും ഈക്വൽ ടാക്സ് ലെവലാണ്. പക്ഷേ ഡയറക്റ്റ് ടാക്സിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കൂടുതൽ ഇൻകം ഉണ്ടെങ്കിൽ എനിക്ക് ഹയർ ടാക്സ് കൊടുക്കണം, എനിക്ക് കുറവ് ഇൻകം ഉണ്ടെങ്കിൽ എനിക്ക് കുറവ് ടാക്സ് കൊടുക്കണം. പിന്നെ ഒരു 2 പോയിന്റ് നിങ്ങൾക്ക് ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ ടെക്സ്റ്റ് ബുക്കിലെ തൊട്ടപ്പുറത്തെ ഡിഫറൻസ് ഉണ്ടെങ്കിൽ തൊട്ടപ്പുറത്തെ ഡിഫറൻസ് ഉണ്ട്, അത് നോക്കിയാൽ മതി. കാരണം ഇതിൽ തന്നെ 5 പോയിന്റ് കിടക്കുന്നുണ്ട്. അപ്പോൾ 7 മാർക്കിന് ചോദിക്കുന്നത് 2 പോയിന്റ് നിങ്ങൾക്ക് തന്നെ ആഡ് ചെയ്യാം. എന്താണ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലേഷൻ കുറയ്ക്കാൻ റെഡ്യൂസ് ചെയ്യും, ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലേഷൻ കൂട്ടും. പിന്നെ ടാക്സ് ബേർഡൻ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും ഇൻഡയറക്റ്റ് ടാക്സിൽ, ടാക്സ് ബേർഡൻ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല ഡയറക്റ്റ് ടാക്സിൽ. അങ്ങനെ 1-2 പോയിന്റ് അത് എക്സ്ട്രാ ആഡ് ചെയ്താൽ മതി. ഇത് ഇത്രയും വരുന്നുള്ളൂ ഡിഫറൻസിൽ. ഇനി അടുത്തത് കോൺസെപ്റ്റ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ്. ഡയറക്റ്റ് ടാക്സിൻ്റെ ഫീച്ചേഴ്സ് ഒന്നും ഇതുവരെ ചോദിച്ചിട്ടില്ല. പിന്നെ ഫീച്ചേഴ്സ് ചോദിച്ചാലും നമ്മൾ ഡിഫറൻസ് എഴുതുന്ന ആ പോയിന്റ്സ് മാത്രം നോട്ട് ചെയ്താൽ മതി. ഈ ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ ഫീച്ചേഴ്സ് പഠിക്കാൻ സിമ്പിളാണ്. ഒരു 7 പോയിന്റ് പഠിച്ചു വയ്ക്കുക, ചോദിച്ചാൽ ഒരു 7 മാർക്കിലേ ചോദിക്കുള്ളൂ. ഇത് നമ്മൾ ഡിഫറൻസിൽ പഠിച്ച സെയിം ലെവൽ പോയിന്റ്സ് ആണ്. 1-2 പോയിന്റ്സ് മാത്രമേ മാറ്റങ്ങൾ വരുന്നുള്ളൂ. ആദ്യത്തെ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, ടാക്സ് ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ്. അത് നമ്മൾ പഠിച്ചു. ഇൻഡയറക്റ്റ് ടാക്സ് ഏതിൻ്റെ മുകളിലാണ്? ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും മുകളിലാണ്. പിന്നെ ബേർഡൻ ഷിഫ്റ്റ് ചെയ്യുന്ന കാര്യം ഞാൻ തൊട്ടപ്പുറത്ത് പറഞ്ഞു തന്നു. ഇൻഫ്ലേഷണറി ഇൻ നേച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം ഇൻഡയറക്റ്റ് ടാക്സ് എന്താ, ഇൻഫ്ലേഷൻ പ്രൊമോട്ട് ചെയ്യണമെന്ന്. പ്രൊമോട്ട് ചെയ്യുക പറഞ്ഞാൽ ഇൻഫ്ലേഷൻ പറഞ്ഞാൽ എന്താ, വിലക്കയറ്റം പ്രൊമോട്ട് ചെയ്യണമെന്ന്. കാരണം ഞാൻ പറഞ്ഞ പോലെ ബിസ്ക്കറ്റ് ഞാൻ 10 രൂപയുടെ ബിസ്ക്കറ്റ് 1 രൂപ ടാക്സ് കൊടുത്തിട്ടാണ് വാങ്ങണത് അല്ലേ. അപ്പോൾ എനിക്ക് ശരിക്കും 9 രൂപയേ ഉള്ളൂ, പക്ഷേ 1 രൂപ ടാക്സ് കൊടുത്തിട്ടാണ് വാങ്ങണത് ഞാൻ. അപ്പോൾ അത് നോർമലി എന്താ ചെയ്യണത്, പ്രൊമോട്ട് ഇൻഫ്ലേഷൻ അല്ലേ ചെയ്യണത്. അതെ. പിന്നെ വൈഡർ ടാക്സ് ബേസ് ആണ്. സോഷ്യൽ വെൽഫെയർ, അത് മാത്രമല്ല സോഷ്യൽ വെൽഫെയർ പ്രൊമോട്ട് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. വൈഡർ ടാക്സ് ബേസ് ആണ്. റിഗ്രസീവ് ഇൻ ഇൻകം ആണ്. വൈഡർ ടാക്സ് ബേസ് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഡയറക്റ്റ് ടാക്സിനെക്കാട്ടിലും വൈഡർ ടാക്സ് ബേസ് ആണ്. ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സൺ ഒരു ഇൻകത്തിൽ മാത്രമേ വരുന്നുള്ളൂ. പക്ഷേ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ ഗുഡ്സ് ആൻഡ് സർവീസസിൽ വരുന്നുണ്ട്. അപ്പോൾ അത് കമ്പാരിറ്റീവ്ലി വൈഡർ ആണല്ലോ. അപ്പോൾ ഏറ്റവും കൂടുതൽ ടാക്സ് ബേസ് ചെയ്തതിന് തന്നെയാണ് ഇൻഡയറക്റ്റ് ടാക്സിന് തന്നെയാണ്. റിഗ്രസീവ് ഇൻ ഇൻകം, നോ പിഞ്ച്, ഇതും നമ്മൾ തൊട്ടപ്പുറത്തെ കണ്ടന്റിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതിൽ ഡൗട്ട് വരണമൊന്നുമില്ല. ജസ്റ്റ് ഈ പോയിന്റുകൾ മാത്രം ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. പിന്നെ നമുക്ക് ബാക്കി ഓൺവേർഡ്സ് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ അതിൽ ഡൗട്ട് വരണമെങ്കിൽ നോ പിഞ്ച് ഡൗട്ട് വരുള്ളൂ. നോ പിഞ്ച് കാര്യമായിട്ടൊന്നുമില്ല, അത് വായിച്ചാൽ തന്നെ മനസ്സിലാവും. അതായത് സെല്ലർ ഡസ് നോട്ട് റിസീവ് എ ഡയറക്റ്റ് പിഞ്ച് ഓഫ് ടാക്സ് ആസ് ഇറ്റ് ഈസ് റിക്കവേർഡ് ബൈ ഹിം ഫ്രം ദ ബയർ ആൻഡ് ദെൻ ഹീസ് പെയ്ഡ് ടു ദ ഗവൺമെൻറ്. അതായത് ബയറുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടാണ് സെല്ലർ കൊണ്ട് ഗവൺമെൻറ്റിൽ കൊണ്ട് അടയ്ക്കണത്. സോ സെല്ലർക്ക് ടാക്സ് ബർഡൻ വഹിക്കേണ്ട ആവശ്യമില്ല. അത്ര നോ പിഞ്ച് കൊണ്ട് ഉദ്ദേശിക്കണുള്ളൂ. നമുക്ക് GST ആയി ബന്ധപ്പെട്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് നോട്ട്സ് നോക്കാം. ജസ്റ്റ് 1 വേർഡ് ചോദിക്കണ പോലത്തെ. GST എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന പോലെ 1 നേഷൻ 1 ടാക്സ് അല്ലേ, ഒറ്റ നേഷൻ ഒരു ടാക്സ്, അതാണ് GST. വേരിയസ് ഇൻഡയറക്റ്റ് ടാക്സ് ലെവൽഡ് ബൈ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് വാസ് സബ്സ്യൂംഡ് ഇൻ ടു 1 ടാക്സ് കോൾഡ് GST. പണ്ട് GST ഇംപ്ലിമെൻറ്റ് ചെയ്യണ പ്രോസസ്സൊക്കെ നമ്മുടെ ടെക്സ്റ്റിലുണ്ട്. അത് കുറേ ഉണ്ട്, ജസ്റ്റ് വായിച്ച് നോക്കിയാൽ മതി. കുറേ ഇൻഡയറക്റ്റ് ടാക്സ് ഉണ്ടായിരുന്നു. അതിനെല്ലാത്തിനെയും കൂടിയിട്ട് നമ്മൾ സബ്സ്യൂം ചെയ്തിട്ടാണ് ഒറ്റ ടാക്സ് GST ആയിട്ട് മാറിയത്. അത് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്തത്? ഇല്ലെങ്കിൽ പണ്ട് എന്താ പറയുക, കുറേ ടാക്സ് ഉണ്ടായിരുന്ന സമയത്ത് ഒരു ടാക്സിൻ്റെ മുകളിൽ വീണ്ടും ടാക്സ് വന്നിട്ടുണ്ടായിരുന്നു. അതാണ് കസ്കാഡിങ് എഫക്റ്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത്. ടാക്സ് ഓൺ ടാക്സ്, ഒരു ടാക്സിൻ്റെ മുകളിൽ വീണ്ടും ടാക്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടാക്സ് ബേർഡൻ കൂടുതലായിരുന്നു. മെയിനായിട്ട് ആ ടാക്സ് ബേർഡൻ കുറയ്ക്കാനും കറക്റ്റ് വേയിൽ ടാക്സ് മുന്നോട്ട് കൊണ്ടുപോകാനും വേണ്ടിയിട്ടാണ് GST ഇംപ്ലിമെൻറ്റ് ചെയ്തത്. അത് ഇംപ്ലിമെൻ്റ് ചെയ്ത വർഷം എപ്പോഴാണെന്ന് വെച്ചാൽ 1 ജൂലൈ 2017. ഇത് 1 വേർഡായിട്ട് ചോദിക്കും. അപ്പോൾ ഞാൻ അതിൽ മെയിനായിട്ട് തോന്നിയ കാര്യങ്ങളാണ് നോട്ട് ചെയ്തത്. 1 ജൂലൈ 2017 ഇംപ്ലിമെൻ്റ് ആയ GST എപ്പോൾ തൊട്ട് തുടങ്ങിയതാണ്? 2000 തൊട്ട് അതിൻ്റെ പ്രോസസ്സ് തുടങ്ങിയതാണ്. ഓരോ ആക്ട് പാസ്സായി, പിന്നെ റിജക്റ്റ് ചെയ്തു, പിന്നെ വന്നു, അങ്ങനെ നമ്മുടെ ടെക്സ്റ്റിൽ ക്ലിയർ പിക്ചർ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക, അത്രയും വേണ്ടുള്ളൂ. ഇനി അടുത്തത് 3 ലിസ്റ്റിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ പോണത്. അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് 1 വേർഡേ ചോദിക്കുള്ളൂ. ആർട്ടിക്കിൾ 246 7th ഷെഡ്യൂൾ പ്രകാരം 3 ലിസ്റ്റ് വന്നിട്ടുണ്ട്. 7th ഷെഡ്യൂൾ അവിടെ നോട്ട് ചെയ്യാൻ മറന്നു പോയതാട്ടോ. സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്. അതിപ്പോൾ ഞാൻ 3 ഓർഡറിൽ എഴുതിയിട്ടുണ്ട്. ഇത് ജസ്റ്റ് 1 വേർഡൊക്കെ ചോദിക്കാവുന്നതേ ഉള്ളൂ.
യൂണിയൻ ലിസ്റ്റ് എന്താ വെച്ചാൽ പവർ ആൻഡ് ലെജിസ്ലേഷൻ എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിനാണ് പവർ ഉള്ളത് യൂണിയൻ ലിസ്റ്റ് പ്രകാരം. സ്റ്റേറ്റ് ലിസ്റ്റിൽ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനാണ് പവർ ഉള്ളത്. കോൺകറൻറ്റ് ലിസ്റ്റ് പറഞ്ഞാൽ ബോത്ത് സെൻട്രലിനും സ്റ്റേറ്റിനും പവർ ഉണ്ട്. ഇത് 1 വേർഡ് 2 മാർക്കിനൊക്കെ ചോദിക്കാം, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെ. യൂണിയൻ ലിസ്റ്റിൽ ആർക്കാ പവർ, സ്റ്റേറ്റ് ലിസ്റ്റിൽ ആർക്കാ പവർ എന്നൊക്കെ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ മതി, കൂടുതൽ ഡെപ്തിൽ കൂടെ കിടക്കണ്ട. ഇനി അതിൽ കുറച്ച് എൻട്രി വരുന്നുണ്ട് യൂണിയൻ ലിസ്റ്റിലും സ്റ്റേറ്റ് ലിസ്റ്റിലൊക്കെ, അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. എൻട്രി 82 ഇൻകം ടാക്സ്, എൻട്രി 83 കസ്റ്റംസ് ആക്ട്, അങ്ങനെ കുറച്ച്. അത് 1 വേർഡ് ചോദിക്കും. നിങ്ങൾ എൻട്രി ആ ബ്ലാക്ക് കളറിൽ കോട്ട് ചെയ്ത വേർഡ്സും നോട്ട് ചെയ്ത് വെച്ചാൽ മതി. പ്രൊഫഷണൽ ടാക്സും വെൽത്ത് ടാക്സും ഇൻകം ടാക്സൊക്കെ മെയിനായിട്ട് നോക്കണ്ടു, കാരണം അതാണ് നമ്മൾ യൂസ് ചെയ്യണത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇൻട്രൊഡക്ഷൻ പാർട്ട്. ഞാൻ ഒരു പോയിന്റ് വിട്ടുപോയി, അഡ്വാൻറ്റേജസ് ഓഫ് GST. അതും കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇൻട്രൊഡക്ഷൻ അവസാനിപ്പിക്കാം. ഇത്രയും ഫീച്ചേഴ്സും ഡിഫറൻസും ഒക്കെ പഠിച്ചാൽ നിങ്ങൾക്ക് തന്നെ GSTയുടെ അഡ്വാൻറ്റേജസ് ജസ്റ്റ് ആലോചിച്ച് കിട്ടാവുന്നതേ ഉള്ളൂ. സിമ്പിളാണ്. അത് അതിൽ ആദ്യത്തെ പോയിൻ്റ് സിമ്പിളാണ്. സിമ്പിൾ ആൻഡ് ഈസി ടു അഡ്മിനിസ്ട്രേറ്റ്. അതെന്തുകൊണ്ടാണ് സിമ്പിൾ ആൻഡ് ഈസി ടു അഡ്മിനിസ്ട്രേറ്റ് എന്ന് പറയണത്? നമ്മൾ മൾട്ടിപ്പിൾ ഇൻഡയറക്റ്റ് ടാക്സിനെ എല്ലാത്തിനും കൂടി സബ്സ്യൂം ചെയ്തിട്ടാണ് ഒറ്റ GST ആക്കിയത്. സോ സിമ്പിൾ ആൻഡ് ഈസിയാണ് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം. സിമ്പിൾ ആൻഡ് ഈസി ടു അഡ്മിനിസ്ട്രേറ്റ് ആണ്. കാരണം ഇപ്പോൾ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ നല്ലോണം ഡെവലപ്പായി അല്ലേ. സോ IT സിസ്റ്റമൊക്കെ ഉള്ളതുകൊണ്ട് സിമ്പിൾ ആൻഡ് ഈസി ടു അഡ്മിനിസ്ട്രേറ്റ് ആണ്. പിന്നെ യൂണിഫോമിറ്റി ഓഫ് ടാക്സ് റേറ്റ് ആണ്. എല്ലാവരുടെയും ഒറ്റ ടാക്സ് റേറ്റേ ഉള്ളൂ. ഞാൻ പറഞ്ഞ പോലെ ഞാനൊരു ബിസ്ക്കറ്റ് ഇവിടുന്ന് 10 രൂപയ്ക്ക് വാങ്ങിയാലും അതേ ബിസ്ക്കറ്റ് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് 10 രൂപയ്ക്ക് വാങ്ങിയാലും 1 രൂപയാണ് അതിൽ GST വരുന്നത്. എക്സാമ്പിൾ പറയാം കേട്ടോ. പിന്നെ റിമൂവൽ ഓഫ് കസ്കാഡിങ്. GST വന്നതോടുകൂടിയിട്ട് എന്ത് സംഭവിച്ചു? ബേർഡൻ ഓഫ് ടാക്സ്, അതൊരു പോയിൻ്റായിട്ട് പറയാം. ബേർഡൻ കുറഞ്ഞു അല്ലേ. ടാക്സിന് മുകളിൽ ടാക്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ടാക്സ് ഓൺ ടാക്സ് എന്നുള്ള സിസ്റ്റം ഒഴിവായിപ്പോയി. പിന്നെ കോമ്പറ്റീവ്നെസ് കൂട്ടാൻ സഹായിച്ചു. അതായത് മാർക്കറ്റിൽ കോമ്പറ്റീഷൻ കൂട്ടാൻ സഹായിച്ചു GST വന്നതോട് കൂടിയിട്ട്. കാരണം ട്രാൻസ്പോർട്ടേഷൻ കുറഞ്ഞല്ലോ, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറഞ്ഞു. സോ അത് കാരണം കോമ്പറ്റീഷൻ കൂടാൻ സഹായിക്കും. പിന്നെ ബെറ്റർ കൺട്രോൾ ഓൺ ലീക്കേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബെറ്റർ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ആയതുകൊണ്ട് ലീക്കേജ് ഒന്നും ഉണ്ടാവില്ല. ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യണമെങ്കിലും ഇൻഫർമേഷൻ കറക്റ്റായിട്ട് ചെയ്യണമെങ്കിലും അതിൽ കുഴപ്പങ്ങളൊന്നും വരില്ല. അതിന് എഫക്റ്റീവ് വേ ഉള്ളതുകൊണ്ട് ബെറ്റർ കൺട്രോൾ ഓഫ് ലീക്കേജ് ആയിരിക്കും. പിന്നെ ഹയർ റവന്യൂ എഫിഷ്യൻസി ഫോർ ഗവൺമെൻറ്റിന് ഹയർ റവന്യൂ ആണ്. ടാക്സ് കൂട്ടണം എന്തിനാ? ഗവൺമെൻറ് റവന്യൂ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഗവൺമെൻറ് പറയണത് ബൂസ്റ്റ് ടു മേക്ക് ഇന്ത്യ ഇനീഷ്യേറ്റീവ് എന്നാണ് പറയണത്. ബൂസ്റ്റ് ടു മേക്ക് ഇൻ ഇന്ത്യ ഇനീഷ്യേറ്റീവ് എന്ന്. നോർമലി കോമ്പറ്റീഷനൊക്കെ കൂടുന്ന സമയത്ത് അങ്ങനെ ആകുമായിരിക്കും. ഇനി അടുത്തത് സിംഗിൾ ആൻഡ് ട്രാൻസ്പെറൻറ്റ് സിസ്റ്റം. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞ 1 നേഷൻ 1 ടാക്സ് സിസ്റ്റം ആണല്ലോ. ഒറ്റ നേഷൻ ഒരു ടാക്സ്. എവിടെ പോയാലും ഈ ഗുഡ്സ് ആൻഡ് സർവീസസിന് ഒരേ ലെവൽ ടാക്സ് ആയിരിക്കും. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ റിലീഫ് ഇൻ ടാക്സ് ബർഡൻ, റിലീഫ് ഇൻ ഓവറോൾ ടാക്സ് ബർഡനെ കുറഞ്ഞു അല്ലേ. സോ കസ്റ്റമേഴ്സിനൊക്കെ അത് ബെനിഫിറ്റ് ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ അഡ്വാൻസ് ഓഫ് GST എന്ന് പറയണത്. ഇനി ഫർദർ കണ്ടൻ്റായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.